പ്രിയ സഹോദരങ്ങളെ, ഈ ആഴ്ച മുതൽ തുടർന്നുള്ള ചില ആഴ്ചകളിൽ ഞാൻ അയക്കുന്ന മെസ്സേജുകൾ മിനിസ്ട്രിയിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി നടത്തിയ ഒരു സെമിനാറിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് അതിൽ പ്രധാനമായും ദൈവവേലക്കാരെ ഊന്നിക്കൊണ്ടാണ് അതിലെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്നാൽ അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രയോജനകരമായതുകൊണ്ടാണ് ഞാനിത് എല്ലാവർക്കുമായിട്ട് പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ് പണം. ഒരു ദൈവദാസൻ അതിനെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ പുഴുവും തുരുമ്പും നശിപ്പിക്കുകയും കള്ളന്മാർ കയറി മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും നശിപ്പിക്കാതെയും കള്ളന്മാർ കയറി മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിന്റെ നിക്ഷേപം എവിടെയായിരിക്കുന്നുവോ അവിടെയായിരിക്കും നിന്റെ ഹൃദയം. അത് പറഞ്ഞതിന് ശേഷം പിന്നീട് 2 വാക്യങ്ങൾ ഞാൻ ഒഴിവാക്കിക്കൊണ്ട് 24-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഒരുവനെ വെറുത്ത് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുവനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒപ്പം സേവിക്കുവാൻ കഴിയില്ല. മാമോൻ അല്ലെങ്കിൽ പണം. കർത്താവ് വ്യക്തമായി പഠിപ്പിച്ചൊരു കാര്യമാണ്. മാമോനെയും ദൈവത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിച്ച് മറ്റേതിനെ സ്നേഹിക്കും. അപ്പോൾ ഇതിനിടയിൽ 2 വാക്യങ്ങൾ നമ്മൾ ഒഴിവാക്കി. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. 22-23. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് നല്ലതാകുന്നുവെങ്കിൽ നിൻ്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് ദോഷമുള്ളതെങ്കിലോ നിൻ്റെ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ആ ഇരുട്ട് എത്ര വലുതായിരിക്കും. നമ്മളിപ്പോൾ വായിച്ച കണ്ണ്, വെളിച്ചം, കാഴ്ച എന്നീ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുകളിൽ കർത്താവ് പണത്തെക്കുറിച്ച്, നിക്ഷേപത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മളിപ്പോൾ വായിച്ച ഈ വാക്യത്തിൻ്റെ താഴെ പണത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇതിനിടയിൽ പറയുന്ന ഈ കാര്യത്തിന് ഇതുമായിട്ടൊരു ബന്ധമുണ്ട്. മുകളിലും പണത്തെക്കുറിച്ച് പറഞ്ഞു, താഴെയും പണത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇടയിൽ പറഞ്ഞ ഈ കാര്യത്തിന് ഇതുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം? 22-23 വാക്യങ്ങളുടെ അർത്ഥം. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് നല്ലതാകുന്നുവെങ്കിൽ നിൻ്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. കണ്ണ് ദോഷമുള്ളതെങ്കിലോ നിൻ്റെ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ആ ഇരുട്ട് എത്ര വലുതായിരിക്കും. ആ വാക്യത്തിൻ്റെ അർത്ഥം നമ്മുടെ ശരീരത്തിലേക്ക് പ്രകാശം കൊണ്ടുവരുന്ന കണ്ണാണ്. അതുപോലെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രകാശം കൊണ്ടുവരുന്നത് പണത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടും പണത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ വിഷയത്തിൽ തെറ്റായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം ഇരുട്ടായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. ഞാൻ ദൈവവേലയ്ക്ക് ഇറങ്ങിയ ആദ്യ സമയങ്ങളിൽ ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്, നിന്നെ ആരും വിലക്കെടുക്കരുത്. അതായത് പണം തന്ന് നിന്നെ ആരും വിലക്കെടുക്കരുത്. ഒരു ദൈവദാസൻ പണത്തോടുള്ള വിഷയത്തിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് വലിയ സ്വാധീനം നടത്താൻ കഴിയത്തില്ല. കാരണം അവനെ സ്വാധീനിക്കുന്നത് പണമായിരിക്കും. നമ്മൾ വായിച്ചതുപോലെ 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് പണത്തെക്കുറിച്ച് വളരെയധികം ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, ഇന്ന് പൊതുവേ നമ്മൾ കേൾക്കുന്നത് എങ്ങനെ പണം കിട്ടുമെന്നാണ്. എന്നാൽ പണത്തിൻ്റെ വിഷയത്തിൽ ഒരു ദൈവപൈതൽ ഏത് സ്റ്റാൻഡ് എടുക്കണമെന്ന് അധികം നമ്മൾ കേൾക്കാറില്ല. പിന്നെ വല്ലപ്പോഴും കേൾക്കുന്നത് ഉപദേശിമാർ ദശാംശം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നതല്ലാതെ വളരെ കുറച്ച് മാത്രമേ കേൾക്കൂ. എന്നാൽ വളരെയധികം ഗൗരവത്തോടെ കാണുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട കാര്യമാണ് ദ്രവ്യാഗ്രഹം.
യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് നമുക്ക് വരാം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറിയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ സ്വരൂപിച്ചിരിക്കുന്നു. കർത്താവ് വളരെ വ്യക്തമായിട്ട് നിക്ഷേപങ്ങളെക്കുറിച്ച്, പണത്തെക്കുറിച്ച് പഠിപ്പിച്ചു. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. കറ എങ്ങനെ പിടിക്കുന്നത്? കറ പിടിക്കുന്നത് ഒരു വസ്തു ഉപയോഗിക്കാതെ വെക്കുമ്പോഴാണ് കറ പിടിക്കുന്നത്. എപ്പോഴും ഉപയോഗിക്കുന്ന വസ്തുവിൽ കറ പിടിക്കാറില്ല, അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കാറില്ല. എന്നാൽ വെള്ളിയും പൊന്നും ഇവിടെ കറ പിടിച്ചു. എങ്ങനെ പിടിച്ചത്? അത് അനക്കാതെ വെച്ചിരിക്കണം, ഉപയോഗിക്കുന്നില്ല. ആ കറ നിങ്ങൾക്കെതിരെ സാക്ഷിയാകും. അതിനൊരു കാര്യം കൂടെ താഴെ പറയുന്നുണ്ട്. നിങ്ങളുടെ നിലങ്ങൾ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ ചതിവായി പിടിച്ചല്ലോ. ഒരു ഭാഗത്ത് അവർ നിലവിളിക്കുകയാണ്, മറുഭാഗത്ത് ആ കൂലി ഞാൻ പിടിച്ചു വെച്ചത് വെള്ളിയും പൊന്നുമാക്കി വെച്ചിട്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല. നിന്റെ നിക്ഷേപം എവിടെയാണോ അവിടെ ആയിരിക്കും നിന്റെ ഹൃദയം. നമ്മൾ സാധാരണ പറയുന്നത് നിക്ഷേപം കുഴപ്പമില്ല, പക്ഷെ നിക്ഷേപത്തിൽ ഹൃദയം വെക്കാതിരുന്നാൽ മതി എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ കർത്താവ് അങ്ങനെയല്ല പഠിപ്പിച്ചത്. കർത്താവ് പഠിപ്പിച്ചത് എവിടെയാണോ നിക്ഷേപം അവിടെയായിരിക്കും നിന്റെ ഹൃദയം. നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റും, അങ്ങനെയൊന്നുമല്ല, നമ്മളതിനെയൊക്കെ ജയിക്കുമെന്ന് പറയാൻ പറ്റുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിക്ഷേപത്തിൽ നമുക്ക് ഒരു പിടിയുണ്ട്. സാവധാനത്തിൽ നമ്മുടെ മനസ്സ് അതിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കും. മത്തായി സുവിശേഷം 19-ാം അധ്യായം എല്ലാവർക്കും കൊടുക്കാം. നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് നോക്കുന്നത്. ആ ഒരു ഭാഗം മത്തായി സുവിശേഷം 19-ാം അധ്യായം 27 മുതൽ താഴോട്ടുള്ള ഭാഗം. അവിടെ പത്രോസ് ഒരു ചോദ്യം ചോദിക്കുന്നു. 27-ാമത്തെ വാക്യം. പത്രോസ് അവനോട്, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? ഒരിക്കലും പത്രോസ് ചോദിക്കരുതാതിരുന്ന ഒരു ചോദ്യമാണ് പത്രോസ് ചോദിച്ചത്. ക്രിസ്ത്യ ജീവിതത്തിൽ ചോദിക്കാവുന്ന, ദൈവത്തോട് ചോദിക്കാവുന്ന ഏറ്റവും മ്ലേച്ഛമായ, ഏറ്റവും മോശമായൊരു ചോദ്യമാണ്, ഞങ്ങൾക്ക് എന്ത് കിട്ടും? വഴിയരികിൽ ഉറുമ്പരിച്ച് മരണത്തോട് മല്ലിട്ട് കിടന്നൊരു കുഞ്ഞിനെ ഒരാൾ എടുത്തു കൊണ്ടുവന്ന് കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച് ഭക്ഷണം കൊടുത്തു, അവനെ വലുതാക്കി, അവനെ പഠിപ്പിക്കാൻ വിട്ടു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അവൻ ചോദിക്കുകയാണ്, ഞാൻ ഈ വീട്ടിൽ വന്ന് താമസിച്ചല്ലോ, എനിക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ, ഈ സംഭവം നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും പ്രതികരിക്കുന്നത്? വഴിയിൽ അനാഥനായി ഉറുമ്പരിച്ച് പ്രസവിച്ച അമ്മ ഉപേക്ഷിച്ച് കിടന്നിരുന്നൊരു കുഞ്ഞിനെ ദയ തോന്നി എടുത്തു കൊണ്ടുവന്ന് വീട്ടിൽ വളർത്തി കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, എനിക്കെന്ത് കിട്ടും? ഇതേ ചോദ്യം തന്നെയാണ് പത്രോസ് ചോദിച്ചത്. എന്താ ചോദിച്ചത്? എനിക്കെന്ത് കിട്ടും? നിത്യനാശത്തിലേക്ക് പോകേണ്ടിയിരുന്ന, നിത്യനരകത്തിലേക്ക് പോകേണ്ടിയിരുന്ന നമ്മെ സ്വന്തം ജീവൻ കൊടുത്ത് രക്ഷിച്ച് ദൈവരാജ്യത്തിൻ്റെ അവകാശികളാക്കി ഇപ്പം നമ്മൾ ചോദിക്കുകയാണ്, എന്ത് കിട്ടും? പത്രോസ് ആ ചോദ്യം ചോദിച്ചപ്പോൾ യേശു മറുപടി പറയുന്നു. 28-ാമത്തെ വാക്യത്തിൽ യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് 12 ഇസ്രായേൽ ഗോത്രങ്ങളെയും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എൻ്റെ നാമനിമിത്തം വീടുകളെയോ
സഹോദരന്മാരെയോ സഹോദരിമാരെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ ഉപേക്ഷിച്ചവന് എല്ലാം 100 മടങ്ങ് തിരികെ ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും. യേശു ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞു എങ്കിലും ഒന്ന് ഓർക്കണം, ആരോടാണ് മറുപടി പറയുന്നത്? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചവനോട്. എങ്ങനെ ഒരു ചോദ്യം ചോദിച്ചവന്? ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചവനോട് പറയുന്ന മറുപടിയാണ് ഇത്. ഇസ്രായേൽ മക്കള് ഇറച്ചി ചോദിച്ചു, ദൈവം ഇറച്ചി കൊടുത്തു. പക്ഷെ നമുക്കറിയാം അത് അവരുടെ നന്മയ്ക്കല്ല തിന്മയ്ക്കായി തീർന്നു. അപ്പം അതുപോലെയാണ് പത്രോസ് ഇവിടെ ചോദിക്കുന്നത്. ആ ചോദിച്ച പത്രോസിനോടാണ് ദൈവം ഉത്തരം പറഞ്ഞത്, ഇതൊക്കെ സംഭവിക്കും. പക്ഷേ 30-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? എങ്കിലും മുമ്പന്മാർ പലർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും ആകും. യേശു എങ്കിലും എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനിയും ചിലത് നിന്നോട് പറയാനുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. മുകളിൽ പറഞ്ഞ കാര്യം അവിടെ തീരുന്നതാണല്ലോ. ഞാൻ ഒരു വീട്ടിൽ പണിക്ക് പോയിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ രാവിലെ 8 മണി തൊട്ട് 4 മണി വരെ പണിയെടുക്കാം, പണിയെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും, എന്ത് കിട്ടും? അപ്പോൾ അവർ പറയുകയാണ് നിനക്ക് 800 കിട്ടും, അല്ല 1000 രൂപ കിട്ടും. അത് തീർന്നു, അത് കംപ്ലീറ്റ് ആണ്. പക്ഷേ ഇവിടെ കർത്താവ് പറയണ എങ്കിലും എന്ന് പറഞ്ഞാൽ ഇനിയും എനിക്ക് ചില കാര്യങ്ങൾ കൂടെ നിന്നോട് പറയാനുണ്ട്. എന്ത് കിട്ടുമെന്ന് ചോദിച്ച പത്രോസ് മാത്രമല്ല ചോദിക്കുന്നത്, അവിടെ താഴെ അവരോടെന്ന് പറയുന്നുണ്ട്. ഈ ശിഷ്യന്മാരെല്ലാം കൂടിയാണ് ചോദിക്കുന്നത്. പക്ഷെ അവരുടെ പ്രതിനിധിയായിട്ട് പത്രോസ് ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ കർത്താവ് പറയാണ് എങ്കിലും മുൻപന്മാർ പലരും പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും. ഇവിടെ നമ്മൾ ഈ വായിച്ച ഭാഗം ഇവിടെ അല്ല തുടങ്ങുന്നത്. ഇത് തുടങ്ങുന്നത് 19-ാം അധ്യായം 16 മുതൽ 20-ാം അധ്യായം 16 വരെയാണ് നീണ്ടു കിടക്കുക. അതിനിടയിൽ നടന്നൊരു ചെറിയ സംഭവമാണിത്. 19-ാം അധ്യായം 16 മുതൽ എന്താണ് തുടങ്ങുന്നത്? ധനികനായൊരു മനുഷ്യൻ വന്ന് യേശുവിനോട് നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ യേശു പറഞ്ഞ് കൽപ്പനകൾ അനുസരിക്കണം. ഭഗവാൻ പറഞ്ഞ് ഞാൻ ചെറുപ്പം മുതൽ കൽപ്പനകൾ അനുസരിക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറയാണ്, പൂർണ്ണനാകാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. അപ്പോൾ ഈ യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനായി ദുഃഖിച്ച് പോയി കളഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും? അതിനു മുമ്പ് കർത്താവ് പറഞ്ഞു, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസമാകുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പമാകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും? അപ്പോൾ കർത്താവ് പറഞ്ഞു, അത് മനുഷ്യർക്ക് അസാധ്യമാണെങ്കിലും ദൈവത്തിന് സകലതും സാധ്യമാണ്. അങ്ങനെ കർത്താവ് പണത്തെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും ഈ ധനവാന്റെ ജീവിതത്തിലെ ഒരു ഉദാഹരണം വ്യക്തമായവരെ കാണിച്ചിട്ട് കർത്താവ് പറഞ്ഞു, ധനവാൻ സമ്പത്തിനെ സ്നേഹിക്കുന്നവൻ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് കർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ പത്രോസ് ഈ മണ്ടൻ ചോദ്യം ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? അതേ കാര്യം, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന്. ക്രിസ്തീയ ജീവിതം നശിക്കാൻ ഈ ചോദ്യം ചോദിച്ചാൽ മതി, എനിക്കെന്ത് കിട്ടും? പത്രോസിനോട് കർത്താവ് ഇവിടെ വിശദമാക്കുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശദമാക്കിയിട്ട് കർത്താവ് പറയുന്നു, മുൻപന്മാർ പലരും പിൻപന്മാരാകും, പിൻപന്മാർ മുൻപന്മാരാകും. ഇത് വിശദമാക്കാൻ വീണ്ടും കർത്താവ് പറയുകയാണ്, എന്താണ് മുൻപന്മാർ, എന്താണ് പിൻപന്മാർ. 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യം അത് ഞാൻ വായിക്കുന്നില്ല, ഞാൻ പറഞ്ഞു പോവുകയാണ്. അവിടെ തുടങ്ങുന്ന ഇങ്ങനെ, സ്വർഗരാജ്യം എന്തിനുദാഹരണമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഒരു മനുഷ്യൻ തൻ്റെ തോട്ടത്തിലേക്ക് വേലക്കാരനെ വിളിക്കാൻ പോയതുപോലെയാണ്. 2-ാമത്തെ വാക്യം, ദിവസം 1 വെള്ളിക്കാശ് കൂലി നൽകാമെന്ന് സമ്മതിച്ച് അവൻ വേലക്കാരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. 1-ാമത്തെ വിഭാഗം, ഒരു ദിവസം 1 വെള്ളിക്കാശ്. അവര് പ്രൊഫഷണൽ വർക്കേഴ്സാണ്, അവർക്ക് ജോലി അറിയാം. അന്നത്തെ കോണ്ടെക്സ്റ്റിൽ യേശു സംസാരിക്കുമ്പോൾ ഇതാരെ ഉദ്ദേശിച്ചാണ്? യഹൂദന്മാർ അല്ലെങ്കിൽ പത്രോസിനെ പോലെ ചോദ്യം ചോദിച്ച, ഞങ്ങൾ ദൈവത്തോട് അടുത്തിരിക്കുന്നവർ, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് ദൈവത്തിന് വേണ്ടി ഔദാര്യം ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം പ്രൊഫഷണൽ വർക്കേഴ്സ്. അറിയാം, അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, അവർക്ക് സുവിശേഷം അറിയാം,
കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പോലും അവർ പറയുന്നത്, കർത്താവേ ഞങ്ങൾ ഇവിടെ മുഴുവൻ സുവിശേഷീകരിച്ചു, നിന്നെ ഞാൻ സഹായിച്ചല്ലോ, ഒരു വലിയ കാര്യം ചെയ്തു, ദൈവത്തെ സഹായിച്ചു എന്നുള്ള വീരവാദം മുഴക്കുന്ന രീതിയിലാണ് പ്രാർത്ഥന പോലും. അങ്ങനെയുള്ള പ്രൊഫഷണൽ വർക്കേഴ്സ് അവരോട് കൂലി പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അവർ വരത്തില്ല, ഒരു വെള്ളിക്കാഴ്ച തരാം എന്നുള്ള കൂലി പറഞ്ഞിട്ട് ഒരു വിഭാഗം അവരെ തോട്ടത്തിലേക്ക് അയച്ചു. 3-ാം മണി നേരത്ത് പുറത്തു വന്നപ്പോൾ മറ്റു ചിലർ ചന്തയിൽ മെനക്കെട്ട് നിൽക്കുന്നു. വേറെ പണിയൊന്നുമില്ലാതെ തലയൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് തലയിൽ ഒരു തോർത്ത് കൊണ്ട് കെട്ടിങ്ങനെ നിൽക്കുക, പണിയൊന്നുമില്ല. പ്രൊഫഷണൽ വർക്കേഴ്സ് അല്ല. ഈ ആദ്യം വിളിക്കുന്ന എപ്പോഴും പ്രൊഫഷണൽ വർക്കേഴ്സിനെയാണ്. അവർക്ക് പണി അറിയാം, അവർക്ക് കഴിവുണ്ട്, അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഈ രണ്ടാമത്തെ മെനക്കേടുകാരോട് പറഞ്ഞു, നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകും, ഞാൻ ന്യായമായത് തരാം. വീണ്ടും 6-ാം മണി നേരത്തെ ചെന്നപ്പോഴും ഈ 3-ാം മണി നേരത്തെ വിളിച്ച ആൾക്കാരെക്കാൾ കൂടുതൽ പതറ്റിക്കായ ആളുകൾ, നിസ്സഹായരായവർ. ഈ 3-ാം മണി നേരക്കാരെ പിന്നെ ആരെങ്കിലും വിളിച്ചു കാണും. 6-ാം മണി നേരമായിട്ട് വിളിക്കാത്തതിൻ്റെ അർത്ഥം അത്രയും അവർ മോശമാണ്. അവരോടും പറഞ്ഞു, നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ ന്യായമായി തരാം. പിന്നെ അതിനേക്കാൾ കഷ്ടമായൊരു ഗ്രൂപ്പുണ്ട്, 11-ാം മണി. 11-ാം മണി നേരത്തെ ചെന്നപ്പോഴും കുറേ പേര് മെനക്കെട്ടിക്കുക. ആർക്കും വേണ്ട, ഒരു കഴിവുമില്ല, അവർക്കും തോന്നുന്നില്ല കഴിവുണ്ടെന്ന്. അവരെയും വിളിച്ചു തോട്ടത്തിലേക്ക് വിട്ടു, ന്യായമായി തരാമെന്ന് പറഞ്ഞു. സന്ധ്യ ആയപ്പോൾ യജമാനൻ വന്നു. പ്രൊഫഷണൽ വർക്കേഴ്സ് മുതൽ എല്ലാവർക്കും ശമ്പളം കൊടുത്തു. അപ്പോൾ പ്രൊഫഷണൽ വർക്കേഴ്സിന് കൊടുത്തപ്പോൾ അവർക്ക് ഒരു കൂലി കൊടുത്തു. പിന്നീട് ബാക്കി എല്ലാ അവശന്മാരായവർക്കും ഓരോ കൂലി വെച്ച് കൊടുത്തു, വെള്ളിക്കാശ് വെച്ച് കൊടുത്തു. ഇനി അതിൻ്റെ 10-ാമത്തെ വാക്യം, So when those came who were hired first, they expected to receive more, but each one of them also received a denarius. മുൻപന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടും എന്ന് നിരൂപിച്ചു. അവർക്കും ഓരോ വെള്ളിക്കാശ് കിട്ടി. they expected. എന്തുകൊണ്ടാണ് അവർ എക്സ്പെക്ട് ചെയ്തത്? അവർ എക്സ്പെക്ട് ചെയ്തത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദേ ആർ പ്രൊഫഷണൽ വർക്കേഴ്സ്. അവർക്ക് കഴിവുണ്ട്, അവർക്ക് അവരിൽ തന്നെ വിശ്വാസമുണ്ട്, അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാം. ഇനി അത്യാവശ്യം ദൈവം 1 മാസത്തേക്ക് ലീവ് എടുത്താലും കുഴപ്പമൊന്നുമില്ല, അവർക്ക് ജീവിക്കാനൊക്കെ അറിയാം, അവർക്ക് ബൈബിൾ വാക്യങ്ങൾ അറിയാം, അവർ ദൈവത്തോട് അടുത്തിരിക്കുന്നവരാണെന്ന് അവർ ചിന്തിക്കുന്നു. അങ്ങനെ അവരിൽ തന്നെ അവർക്ക് വിശ്വാസമുള്ളൊരു വിഭാഗമാണ്. അതുകൊണ്ട് അവർ എക്സ്പെക്റ്റഡ് മോർ, കൂടുതൽ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 11-ാമത്തെ വാക്യം, അവർ പിറുപിറുത്തു. അവർ ചോദിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? എന്നാൽ ബാക്കിയുള്ളവരൊന്നും പിറുപിറുത്തില്ല. എന്തുകൊണ്ട് പിറുപിറുത്തില്ല? അവരൊക്കെ യജമാനന്റെ ഔദാര്യത്തിൽ ജീവിക്കുന്നവരാണ്. കൃപ എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ച് പലപ്പോഴും കൃപ എന്ന വാക്ക് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം ശരിയായിട്ട് മനസ്സിലാകുന്നില്ല. ഞാൻ അതിന് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്ന നല്ലൊരു വാക്കാണ് ഔദാര്യം. ദൈവത്തിൻ്റെ ഔദാര്യത്തിൽ ജീവിക്കുന്നവർ, അല്ലെങ്കിൽ യജമാന്റെ ഔദാര്യത്തിൽ ജീവിക്കുന്നവരാണ് ബാക്കിയെല്ലാം. അതുകൊണ്ട് അവർ കിട്ടിയതിന് സ്തോത്രം പറഞ്ഞു. അവർ കിട്ടുമ്പോഴൊക്കെ അവരുടെ കണ്ണ് നിറയുകയാണ്. കാരണം അവർക്കറിയാം, ഞങ്ങൾ യോഗ്യരായിട്ടല്ല ഇത് ഞങ്ങൾക്ക് തന്നത്, യോഗ്യത ഉണ്ടായിട്ടല്ല ഇത് കിട്ടിയത്. ഇവിടെ ഒരു ചോദ്യം നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു കാര്യമാണ്. കർത്താവ് പറഞ്ഞു 29-ാമത്തെ വാക്യത്തിൽ, എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ ഉപേക്ഷിച്ചവനെല്ലാം 100 മടങ്ങ് തിരികെ ലഭിക്കും. ഇത്രയും വർഷമായി ഇതുവരെയും കർത്താവിന് വേണ്ടി സ്വത്ത് വിറ്റിട്ടുള്ള പലരും എനിക്കറിയാം. അതായത് അപ്പൻ മക്കൾക്കൊക്കെ അവകാശം കൊടുത്തപ്പോൾ ഈ മകന് കൊടുത്തില്ല വിശ്വാസത്തിൻ്റെ പേരിൽ. പക്ഷെ 100 മടങ്ങ് തിരികെ ലഭിച്ച ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ എൻ്റെ നാമനിമിത്തം വീടുകൾ, നിങ്ങൾ ആരെങ്കിലും 100 വീടുള്ളവരെ കണ്ടിട്ടുണ്ടോ? കർത്താവ് നിമിത്തം ഒരു വീട് ഉപേക്ഷിച്ച് 100 വീട് കിട്ടി. സഹോദരനും സഹോദരിമാരും, അപ്പനും അമ്മയും മക്കളും, എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത് അവിടെ? കർത്താവ് പറഞ്ഞല്ലോ 100 മടങ്ങ് കിട്ടുമെന്ന്. അപ്പോൾ സഹോദരന്മാർ സഹോദരിമാർ അപ്പന് അമ്മ മക്കൾ ഒക്കെ 100 മടങ്ങ് ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്?
എനിക്ക് ഒരുപാട് അപ്പനമ്മമാരുണ്ട്, എനിക്ക് നൂറുകണക്കിന് സഹോദരി സഹോദരന്മാരുണ്ട്, അപ്പനമ്മമാരുണ്ട്. പക്ഷെ വീടിൻ്റെ കാര്യം പറയുമ്പോഴും നിലത്തിൻ്റെ കാര്യം മാത്രം പറയുമ്പോഴും അക്ഷരാർത്ഥം എടുക്കും, ലിറ്ററൽ മീനിങ് എടുക്കും. അപ്പൻ്റെ അമ്മയുടെ കാര്യം പറയുമ്പോൾ ഈ വിധത്തിലെടുക്കും. അതെങ്ങനെയാണ്? നിലങ്ങളുടെ കാര്യത്തിൽ നമ്മളെന്താ പറയുന്നത്? കർത്താവ് പറഞ്ഞില്ലേ 100 മടങ്ങ്. അതുകൊണ്ടാണ് ഇത്ര വീടുകൾ എനിക്ക്. നമുക്കറിയാം സൗകര്യം പോലെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. ഒരു വിശ്വാസി നമ്മൾ നേരത്തെ വായിച്ചതുപോലെ സമ്പത്ത് കൂട്ടിവെക്കുമ്പോൾ, വീടുകൾ കൂട്ടിവെക്കുമ്പോൾ നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, ഒന്ന് തല ചായ്ക്കാൻ ഒരിടത്തിന് വേണ്ടി അലയുന്നവർ തിങ്ങി നിറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ. പണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ഇന്ത്യ എന്താണെന്ന് അറിയണമെങ്കിൽ ഗ്രാമം എന്താണെന്ന് അറിയണം. ഒന്ന് യാത്ര ചെയ്യുക, ബീഹാറിലേക്ക് നിങ്ങൾ പോ, മനുഷ്യൻ്റെ ദാരിദ്ര്യം കാണും. പക്ഷെ നമ്മൾ ഇതിലേക്ക് പഠിപ്പിക്കുന്ന പ്രോസ്പെരിറ്റി തിയോളജി പഠിപ്പിക്കാനാണ് ഈ വാക്യമൊക്കെ ഉപയോഗിക്കുന്നത്. കർത്താവ് പറഞ്ഞില്ലേ, തീർച്ചയായിട്ടും ഞാൻ കർത്താവിനോട് ക്ലെയിം ചെയ്താൽ കർത്താവ് എനിക്ക് തരും. എന്നിട്ട് കർത്താവ് നിർത്തിയില്ല. കർത്താവ് പറഞ്ഞു, എങ്കിലും മുൻപന്മാർ പിൻപന്മാരാകും. ഇനി ഈ ചോദ്യം ചോദിച്ച മിടുക്കൻ ആരാണ്? പത്രോസ്. പത്രോസ് എന്താ ചോദിച്ചത്? ഞങ്ങൾ വലയും വള്ളവും വിട്ട് നിന്റെ പുറകെ ഇറങ്ങിത്തിരിച്ചില്ലേ, ഞങ്ങൾക്ക് എത്ര സമ്പത്ത് കിട്ടും എന്ന് ചോദിച്ച അന്നത്തെ പത്രോസ് അല്ല, വർഷങ്ങൾ കഴിഞ്ഞ് ലേഖനം എഴുതുമ്പോഴുള്ള പത്രോസ്. അന്ന് ലൗകികനായി ജീവിച്ചുകൊണ്ടിരുന്ന പത്രോസ് ലേഖനം എഴുതുമ്പോഴേക്കും ക്രൂശിൻ്റെ ദർശനം പ്രാപിച്ച പക്വതയുള്ളൊരു പത്രോസായി മാറി. ആ പത്രോസ് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞ കാര്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത്. പൊന്നിനെക്കുറിച്ച്, സ്വർണത്തെക്കുറിച്ച് പത്രോസ് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. അഴിഞ്ഞു പോകുന്നത്, ചീത്തായി പോകുന്നത്, കൊള്ളാത്തത്. പണ്ടെന്താ ചോദിച്ചത്? യേശുവിനോട് ചോദിച്ചത് എത്ര പൊന്ന് കിട്ടുമെന്ന് ചോദിച്ച മനുഷ്യൻ ഇപ്പം പറയുകയാണ് അഴിഞ്ഞു പോകുന്ന പൊന്ന്. ഇനി അതിൻ്റെ തന്നെ 18-ാമത്തെ വാക്യം, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. പണ്ട് പൊന്നാണെന്ന് പറഞ്ഞ മനുഷ്യൻ, പൊന്നിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വായിൽ നിന്ന് വെള്ളം ഒലിക്കുമായിരുന്ന മനുഷ്യൻ ഇപ്പം പൊന്നിനെക്കുറിച്ച് പറയുന്നത് മ്ലേച്ഛമായ എന്തോ ആയിട്ടാണ്. അഴിഞ്ഞു പോകുന്ന പൊന്ന്. ആർക്ക് വേണം ആ പൊന്ന്? ഇനി 2-ാം അധ്യായം 11-ാമത്തെ വാക്യം, പ്രിയമുള്ളവരെ, ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ അന്യരും പരദേശികളുമായ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം. നിങ്ങൾ ഇവിടെ സ്ഥിരവാസക്കാരല്ല, നിങ്ങൾ അന്യരാണ്. പത്രോസ് കുറേ നാൾ മുമ്പ് ഇത് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും പുള്ളി ചിന്തിച്ചില്ല. ഇവിടെ കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നവനാണ്. ഇവിടെ കുടുക്കിയിടാൻ വേണ്ടി ഇവിടുത്തെ കാര്യങ്ങൾ, ജഡമോഹങ്ങൾ നമ്മുടെ ആത്മാവിനോട് പോരാടുകയാണ്. ലാംഗ്വേജ് മാറിയതൊന്ന് ശ്രദ്ധിക്കുക.